സ്പോൺസർഷിപ്പ് വഴി പണം കളക്ട് ചെയ്യുക. അതായിരുന്നു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അജണ്ട. ഈ പണമെല്ലാം ഇവരെവിടെ കൊണ്ടുപോകുന്നു? ഒരു പക്ഷേ ഗൾഫിലോ മറ്റുള്ള ഇവരുടെ ബിനാമികള് ഇതൊക്കെ സൂക്ഷിക്കുന്നുണ്ടാകും. അതിനെപ്പറ്റിയും കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ഇന്റലിജൻസ് ഇവിടെയുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പൊ എന്തായാലും ഇങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് അവസാനം ഇതായി തൊട്ട് മുൻപ് നടന്നത് എന്താണ്? എന്റെ കേരളം പരിപാടി. അത് വേറൊരു മാമാങ്കമായിരുന്നു. അതായത് എന്താണ്, അങ്ങ് കാസർഗോഡ് തൊട്ട് എല്ലാ ജില്ലകളിലും എന്റെ കേരളം പരിപാടി ആസൂത്രണം ചെയ്ത് നടത്തി. അതിനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബഹുകോടികൾ സ്പോൺസർഷിപ്പായിട്ട് കിട്ടി. എല്ലാം കഴിഞ്ഞിട്ടും ഖജനാവ് കാലിയാണത്രേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മാമാങ്കം വരുന്നു, അയ്യപ്പ സംഗമം. അതായത് അയ്യപ്പനെ വെച്ച് പോലും പണം പിരിക്കാനാണ്, സ്പോൺസർഷിപ്പ് വഴി പണം പിരിച്ച് ഇലക്ഷന് റീൽസ് ഇറക്കാനും പ്രചാരണം നടത്താനും ഒക്കെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഗവൺമെന്റിന്. ഇപ്പൊ ഇങ്ങനെ കടത്തിലേക്ക്, അതായത് ഇങ്ങനെ ആയിട്ട് പണം ചെലവഴിച്ച് ദൂർത്തടിച്ച് പോകുന്നു. അപ്പൊ ഒരു കാര്യം ഓർക്കണം, ഈ സ്പോൺസർഷിപ്പിനൊക്കെ പോകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? സ്പോൺസേഴ്സ് പിന്നെ ഏതെങ്കിലും തരത്തില് നികുതി കൊടുക്കുമോ? സ്പോൺസേഴ്സ് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റുമായിട്ട് നീതിയുക്തമായ രീതിയിൽ സഹകരിക്കുമോ? ഇല്ല. അവർക്ക് സ്പോൺസർഷിപ്പിന് ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര കോടി തന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നികുതി തരാൻ പറ്റില്ല, ഞങ്ങൾക്കെതിരെ കേസിന് പോകരുത്. പോവില്ല എന്നുള്ളൊരു ഉഭയസമ്മതപ്രകാരമാണല്ലോ ഇങ്ങനെ സ്പോൺസർഷിപ്പിൽ പണം കൊടുക്കുന്നത്. അങ്ങനെ കേരളം അധോഗതിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ക്രൈസിസിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കേരളം ഇപ്പൊ എത്തി നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഗവൺമെന്റ് ഇപ്പൊ അയ്യപ്പ സംഗമവും നടത്താൻ പോകുന്നത്. ഒരു പിടിവള്ളി എന്ന ഒരു രീതിയിലാണ് ഇപ്പൊ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഏതാനും മാസം മുൻപാണ് CAG കണക്ക് കൂട്ടി പറഞ്ഞത്. അതായത് ഗവൺമെന്റ് നേരിട്ട് കടപ്പത്രങ്ങൾ വഴി സമാഹരിച്ച കടം ഒരു വശത്ത്, അതുകൂടാതെ കിഫ്ബി വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം വേറൊരു വശത്ത്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ കഴിഞ്ഞ ഏതാനും മാസം മുൻപ് CAG പുറത്തുവിട്ട കണക്കനുസരിച്ച് അന്ന് 4,14,000 കോടിയിലധികമായിരുന്നു കടം. അപ്പോൾ തന്നെ CAG പറഞ്ഞിട്ടുണ്ട്, ഈ നിരക്കിൽ പോവുകയാണെങ്കിൽ 6 ലക്ഷം കോടിയിൽ എത്തിയിരിക്കും ഈ വർഷാവസാനം ആകുമ്പോഴത്തേക്കും കേരളത്തിന്റെ കടമെന്ന്. അപ്പൊ നമ്മൾ FRBM ആക്ടിനെയൊക്കെ, അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് ഒക്കെ ഓവർടേക്ക് ചെയ്തു. അതിന്റെ ഒക്കെ മുകളിലാണ് നമ്മുടെ കടം. അത് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന, ബജറ്റ് ഡോക്യുമെന്റിൽ കാണിച്ചിരിക്കുന്നത് തന്നെ 33.7% കടം, സഞ്ചിത കടം കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് അതിന്റെയും മുകളിലേക്ക് പോകാനാണ് സാധ്യത. അപ്പൊ എവിടെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ജനക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നത്? വിദ്യാഭ്യാസ മേഖല അങ്ങനെ കിടക്കുന്നു, ആരോഗ്യ മേഖല ഏറ്റവും മോശമായ ഒരു പ്രതിസന്ധിയിൽ കിടക്കുന്നു. അതുപോലെ നെല്ല് സംഭരണം അത് നടന്നിട്ടില്ല. അതുപോലെ ഈവൻ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ, കുട്ടികൾക്കുള്ള ഉച്ചക്കഞ്ഞി പോലും തടസ്സപ്പെട്ടു കിടക്കുന്ന ഒരവസ്ഥയിലാണ്. സ്പോർട്സ് കൗൺസിലിന്റെ ഹോസ്റ്റലില് വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്ക് പോലും എന്താ പറയാ, അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ മാർഗമില്ല. അങ്ങനെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം അരക്ഷിതാവസ്ഥ, ഫിസ്ക്കൽ ക്രൈസിസിന്റെ ഹാങ് ഓവർ അല്ലാതെ സമാധാനപരമായ ഒന്നും കാണാനില്ല. എന്നിട്ട് ഓണത്തിന് 20,000 കോടി അടിച്ചിറക്കി എല്ലാവർക്കും 20,000 കോടിയുടെ വായ്പയല്ല ചെലവഴിച്ചു എല്ലാ മേഖലകൾക്കും വേണ്ടി. അതിൽ കുറച്ച് റേഷൻ വില കുറച്ച് 13 ഉൽപ്പന്നങ്ങൾ കൊടുത്തു. അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഈ പ്രതിസന്ധിയിലും ഗവൺമെന്റ് ജീവനക്കാർക്ക് വായ്പയായിട്ട്, അതായത് അവർക്ക് ഓണം ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുന്നു. ഫെസ്റ്റിവൽ അലവൻസ്, അതുകൂടാതെ വായ്പാ സൗകര്യം, ഇതൊക്കെ ഈ പണം എല്ലാം ചെന്ന് അതായത് ഈ പറയപ്പെട്ട ഓണവിപണിയിലേക്കാണ് പോകുന്നത്. ഓണവിപണിയെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആർക്കാണ് പ്രയോജനമുള്ളത്? ജനക്ഷേമത്തിനാണ് ഓണവിപണി വളർന്നു വരുന്നത്? അല്ല. ഓണവിപണിയിൽ വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങൾ ഒന്നും തന്നെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവയല്ല. അത് മറ്റു രാജ്യങ്ങളിൽ നിന്നോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ ഒക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഈ എന്താ പറയുക, ഈ വ്യാജ പ്രചാരണം എന്ന ആയുധം വെച്ച് ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് 20,000 കോടി ചെലവഴിച്ചത്
ഒട്ടുമിക്കവാറും നല്ല ഒരു ഭാഗം, അതിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗം ഈ ഓണവിപണിയിലെ ഈ പറയപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വാങ്ങലിന് വേണ്ടിയിട്ട് ജനം ചെലവഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സർക്കാർ ശരിക്കും പറഞ്ഞാൽ ജനക്ഷേമകരമാണോ ഈ ഓണത്തിന് വേണ്ടി ചെലവഴിച്ചതുപോലും ജനക്ഷേമത്തിനാണ് എന്ന് പറയാൻ പറ്റില്ല. അത് വ്യാപാരി വ്യവസായികളുമായിട്ട് കൈയിട്ടിട്ടുള്ള ഒരു കളി മാത്രം. അത് ഏത് തരം വ്യാപാരി വ്യവസായികളാ? നമ്മുടെ ഇവിടുത്തെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അല്ല അവിടെ വിൽപ്പന നടത്തിയത്. അതെല്ലാം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിൽപ്പന ചരക്കുകളാണ് ഇവിടെ വിൽപ്പന ചെയ്യപ്പെട്ടത്. അപ്പൊ ഇതൊന്നും കേരളത്തിന്റെ സമ്പദ്ഘടനയെ പുഷ്ടിപ്പെടുത്തുന്നതിനോ ഇവിടെ തൊഴിൽ സൃഷ്ടിക്കുന്നതിനോ ഒന്നും സഹായകമല്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു.